ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ തത്സമയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ആളുടെ പേര് നിയ കോട്ടായി എന്നുള്ളതാണ്. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്, +2 വിദ്യാർത്ഥിനിയാണ്. സംസ്കൃതം പദ്യം ചൊല്ലൽ. അൽ സംസ്കൃത ഞെട്ടിപ്പോയോ? ഇങ്ങനൊരു സംഭവം സംസ്കൃതത്തിൽ ഇല്ലേ? ഇല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ശരി, എന്തൊക്കെയാണ് നീ വിശേഷങ്ങളൊക്കെ? നല്ല സന്തോഷം. നീ ആദ്യത്തെ പ്രാവശ്യമാണോ സ്റ്റേറ്റിലേക്ക് പോണത്? അല്ല, ഇത് രണ്ടാമത്തെ തവണയാണ് പോകുന്നത് അല്ലെ? മുന്നേ കഴിഞ്ഞ വർഷമായിരുന്നോ? അതിന്റെ മുന്നിലത്തെ വർഷം. അങ്ങനെയായിരുന്നു. അതേതായിരുന്നു മത്സരം? സംസ്കൃതം പദ്യം തന്നെ. ഇതിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല. ഇല്ല. ഓക്കെ, ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? നീയുടെ കൂടെ അച്ഛൻ, അമ്മ, അനിയത്തി, ടീച്ചർ. ഓക്കെ, അനിയത്തി വന്നിട്ടുണ്ടോ? ഓക്കെ, അനിയത്തി എത്രയിലാ പഠിക്കുന്നത്? 6th പഠിക്കുന്നത്. ചേച്ചികൾക്ക് എന്തൊക്കെ ഉപദേശം തന്നോ സ്റ്റേജിൽ കയറുമ്പോ? അനിയത്തിയുടെ വക നല്ല സപ്പോർട്ടാ. അടിപൊളി സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. അത്യാവശ്യം അടിപൊളിയൊക്കെ കൂടാറുണ്ടോ അനിയത്തി കുട്ടിയായിട്ട്? സ്റ്റേജിൽ കയറുമ്പം ഒരു എന്താ പറയാ, ഒരു ഉപദേശം തന്നോ അനിയത്തി? എന്താ പറഞ്ഞേ? ഫസ്റ്റ് കിട്ടുമെന്ന് നോക്കണ്ട, പാടിക്കോ, എന്റെ മാക്സിമം പാടിക്കോ. അത്രേ ഉള്ളൂ. ഫസ്റ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട, പറ്റുന്നത്ര മാക്സിമം ആയിട്ട് പാടും. ഓക്കെ, എല്ലാ ഉപജില്ലയിൽ നിന്നും ഉണ്ടായിരുന്നു മത്സരാർത്ഥികളൊക്കെ? 8 ഉപജില്ലയിൽ നിന്നായിട്ട് ഉണ്ടായിരുന്നു അല്ലെ? സംസ്കൃതം പദ്യം ചൊല്ലൽ. എന്താണ് അതിന്റെ ഒരു എന്തിനെ കുറിച്ചുള്ളതാണ് ഈ പദ്യം? കാളിദാസന്റെ മേഘസന്ദേശത്തിലെ ചില വരികളാണ്. അതിന്റെ സംഭവങ്ങളൊക്കെയാണ്. ഇത് പഠിപ്പിച്ചു തന്നതാരാ അല്ലെ സ്വന്തമായിട്ട് പഠിച്ചത്? സ്വന്തമായിട്ട് പഠിച്ചതല്ല, എന്നെ UP സ്കൂളിൽ സംസ്കൃതം പഠിപ്പിച്ച സജീവൻ സാർ എന്ന് പറഞ്ഞ സാറ് പഠിപ്പിച്ചു തന്നതാണ്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് ചെയ്യാവോ? മഹാകവി കാളിദാസസ്യ മേഘസന്ദേശാത് ഉജ്ജയിനി വർണ്ണന. വക്രപന്ഥായദപി ഭവത പ്രസ്ഥിതസ്യോത്തരാശാം സൗധോത്സംഗ പ്രണയ വിമുഖോ മാസ്മഭൂരുജ്ജയിന്യാ വിദ്യുദ്ദാമസ്ഫുരിതചകിതൈ തത്ര പൗരാംഗനാനാം ലോലാപാംഗൈ യദി ന രമസേ ലോചനൈർവഞ്ചിതോസി. വെരി ഗുഡ്. ശരി, +2 അല്ലേ? ഓക്കെ, ഏതാണ് ഏത് സബ്ജക്ട്? സയൻസ് ആണ്. ബയോസയൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞില്ലേ? ഈ വർഷം കൂടി തീർന്നു കഴിഞ്ഞാൽ കലോത്സവത്തിനോട് ഗുഡ് ബൈ പറയാനുള്ള സമയമായി അല്ലേ? അതൊരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമല്ലേ? ഭയങ്കര സങ്കടമുണ്ട്. 4ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണല്ലോ കലോത്സവത്തിന് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ഇയർ ആണ്. സ്റ്റേറ്റ് പോകാൻ പറ്റി, സന്തോഷം. അത് വലിയൊരു സന്തോഷമാണ് അല്ലേ? ശരി, ഇനി എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ? അതൊക്കെ രീതിയിലാണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പദ്യം തന്നെ നമുക്ക് ഈ ഒരു സംഭവം തന്നെ നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റും. ഇത് തന്നെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതേ സെയിം സാധനം ചിലപ്പോൾ വേറെ ആൾ ഉണ്ടാവാം, ഈണെല്ലാം മാറ്റിയിട്ടുണ്ടാവും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇങ്ങനെ ഇതിൽ തന്നെ എന്താ പറയാ, സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ആക്ച്വലി പഠിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഭാഷ, ഒരു എന്താ പറയുക, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നന്നായിട്ട് അറിയുന്നത്. ഓക്കെ, വേറെ ഏത് മത്സരത്തിലുള്ളത് ഇതല്ലാതെ? ഈ ജില്ലയിലേക്ക് ഗ്രൂപ്പ് സോങ് കൂടി ഉണ്ട്. അതെപ്പോഴാണ് മത്സരം? ശനിയാഴ്ചയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ തയ്യാറെടുപ്പ് കൂടെ വേറെയുണ്ട്. അതിനൊക്കെ ഉണ്ടല്ലേ? ശരി, അങ്ങനെ പഠനം എങ്ങനെ പോകുന്നു? ഈ ചിറ്റാരിപ്പറമ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇപ്പോ ഈ സിനിമാക്കാർക്കൊക്കെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്നത്. നല്ല രാഷ്ട്രീയം മാറ്റി വെച്ചാൽ തന്നെ ഭയങ്കര കലാമേഖലയൊക്കെ സജീവമായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, സിനിമാ പാട്ട് പാടുമോ? ഒരു 2 വരി ഒരു മലയാളത്തിൽ ഒരു പാട്ട് പാടാം, ഇഷ്ടമുള്ള. യവന കഥയിലെ ഒരു സ്നേഹ കവിതയോ മദന കാവ്യമാം നീ ആരാണോ, ഹരിതവനികയോ ഘനശ്യാമ സന്ധ്യയോ നവമേഘരാഗമോ നീ ആരാണോ, മണ്ണിലും വിണ്ണിലും താരോത്സവം ഇന്നിരവിലും പകലിലും രാഗോത്സവം നമ്മൾ കാണേ കാണേ അറിയാതെ നിറങ്ങളാകവേ ഇനി അനുരാഗപ്പൂ തിങ്കൾ കനിയാകുമോ, കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്ക കറുമ്പൻ കറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ശരി, 4ാം ക്ലാസ് മുതൽ കലോത്സവത്തിലുണ്ട്. +2 എത്തി, ലാസ്റ്റ് കലോത്സവം. ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? നന്ദി എൻ്റെ മ്യൂസിക് ടീച്ചർ നളിനി ടീച്ചർ, പിന്നെ സജീവൻ സർ, അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ എല്ലാ ടീച്ചേഴ്സ്, എല്ലാവർക്കും. അനിയത്തി ഒഴിവാക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുമല്ലേ? അതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അനിയത്തിന്റെ പേര്. അനിയത്തി കുട്ടിയുടെ പേരെന്താ? നൈക്ക അല്ലെ? ആളുടെ പേര് നിയ, നൈക്ക അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠനമൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ.
ഇത്രയും വർഷം കലോത്സവത്തിൽ വളരെ സജീവമായിട്ട് നിന്നില്ലേ? +2 എത്തുമ്പോൾ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ഒരു അവസരവും കിട്ടിയില്ലേ? അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഈ കലാമേഖല വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല അവസരങ്ങൾ തേടി വരട്ടെ. പഠനവും അതുപോലെ തന്നെ എന്താണ് ആഗ്രഹം? എന്താണ്? ബയോസയൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മേഖല തന്നെയാണ് ആക്ച്വലി ഒരു ആഗ്രഹം. എന്താണ് സ്വപ്നം? എന്താണ്? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ, ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് സ്റ്റേറ്റ് എത്തട്ടെ അല്ലെ? അതൊന്നും തീരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞങ്ങളൊരു സ്നേഹോപഹാരമാണ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ കണ്ണൂർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ് കേട്ടോ. അപ്പൊ സന്തോഷം. എല്ലാവരോടും സ്പെഷ്യൽ അന്വേഷണം കാര്യങ്ങളൊക്കെ പറയാം. ടീച്ചേഴ്സിനോട് ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണമൊക്കെ പറയണം. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവരോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞേക്ക് കേട്ടോ. ഒരുപാട് സന്തോഷം.